അയ്യോ വേണ്ട, ഞാൻ എങ്ങനെയും തത്തിപ്പിടിച്ച് കയറിക്കോളാം. അമ്മേ, ഇന്ന് ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ ഒരു പാടത്തൊരു കുഴിയുണ്ട്. കുഴിയല്ല, ഇത് താഴ്ച കണ്ടോ, ആ കണ്ടത്തിലാണ് അന്നേരം ഞാനും ഇന്ന് അർജുനും പിന്നെ നമ്മുടെ കുരുന്നനും ഉണ്ട്. കുരുന്നൻ്റെ ഫ്രണ്ടേ വലയായിട്ട് പോയി. അയ്യോ, പാലം റിസ്ക്കാണ്. അല്ല, ഇത് ഇവിടം വരെ ഉള്ളു. പാലത്തെ നിന്ന് വീഴുന്ന കാഴ്ചയും ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ല, അതുകൊണ്ടാ അന്നേരം അത് ഇത് താഴ്ച കണ്ടോ. അന്നേരം പാടത്ത് വെള്ളം കയറ്റിയിട്ട് കാലം കുറേ ആയെന്ന് തോന്നുന്നു. ഈ കണ്ടത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ആമ്പലും കറുകലൊക്കെ പിടിച്ച് കിടക്കുമോ ഇതിനകത്ത്. ചാലിൽ ഒഴുക്കുള്ളതുകൊണ്ട് നമുക്ക് ചാലി നോക്കുന്നില്ല. ഇതാണ് ആ കുഴിക്കണ്ടം കാണുന്ന ഇതാ. കുരുന്നൻ ആദ്യമേ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ചാടിപ്പോയില്ല, അതാ അടി ഞാനിവിടെ കുത്തിവെച്ചിരിക്കുക. പിന്നെ അടി മേലോട്ടോ ക്യാമറ പിടിച്ച് നിർത്താം. മുമ്പൊക്കെ ഇത് കൂടി നടക്കുന്ന കണ്ടിട്ടുള്ളതാണ്. മോട്ടോറെ പോലെ ഇത്ര ആഴത്തിറങ്ങി കണ്ടില്ല. ആര് പറഞ്ഞു ഇതിനകത്തോട്ട് ഇറങ്ങാൻ? നീ ഇട്ടക്കിട്ട് ഇടാനല്ലേ? അത്ര ഉണ്ടല്ലേ? ഈ ഒരു സൈഡിൽ കാണുന്ന മൊത്തം കണ്ടോ, ഇതെല്ലാം കണ്ടോ. പക്ഷെ അത് ഇവിടെ കണ്ടോ, നടക്കാം, വലിയ കുഴപ്പമില്ല. അവിടെ നേരെ മറിച്ച് ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഇത് ഇത്ര ഇത് കണ്ട കഴുത്തറ്റം വെള്ളമാണ്. നമ്മൾ ചിന്തിച്ചതല്ല ഇവിടെ നടക്കുന്നത്. ഒരേ സമയം ഇതുവഴി നടന്നു പോകാം, ഒരേ സമയം നീന്തിയും വരാം. തേടിയതല്ലടാ, ജെറ്റ് ഇവിടെ കൊണ്ടുവന്ന് അടിക്കാം. തേടിയതാ നമ്മുടെ പച്ചവലയിൽ നേരിട്ട് കറക്റ്റ് വലിക്കുന്നു. തേടിയെടുത്തത് ഞാനതിനെ കോഴിക്കോടിയാകും. പെട്ടെന്ന് വരണം പ്രതീക്ഷിക്കത്തില്ല അല്ലേ? സാധാരണ ഇതേപോലെ നടന്നു വരും, മുങ്ങിയും പോവും. വരാനുണ്ട് ഇതിനകത്ത്. കുരുന്നാ പാച്ചവല എടുത്ത് വലിക്കണടാ. ആ മീൻ കിട്ടത്തില്ല, നടക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പല അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് 2 സൈഡിൽ നിന്ന് പതുക്കെ ഇറക്കി വലിക്കുക. അതുപോലെ പതുക്കെ ഇറക്കി വെക്കാവോ? നൈസായിട്ട് വലിച്ചു വെക്കാം. എന്താ അറിയോ, കൊണ്ടേ ഉരുമി ഇങ്ങോട്ട് പോരട്ടെ. ഈ തിട്ട കയറ്റി വെക്കണം. വരെ എത്ര ശതമാനം മീൻ കരയ്ക്ക് വന്നിട്ടുണ്ടെന്ന് നമ്മൾ പിടിയില്ല. പുറത്തൊന്നും ചെറുതായിട്ട്
ഇതുകൊണ്ട് നമ്മളിതേ ഇങ്ങനെ വലയാക്കി. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടമായിരുന്നു. അന്നേരം ഇത്തവണ അവർ മറ്റേ മോട്ടറിന് മണ്ണടിച്ച് കയറ്റി ഇവിടുന്ന്. കുഴിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുഴി. നമ്മൾ ആറ്റി മുങ്ങും, നമുക്കൊരു വിഷയമില്ല ആറ്റിലെ മുങ്ങല്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്തും വീണ്ടും താഴ്ച ഉണ്ടെന്ന് എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല. ജെറ്റടിച്ച് ശരിക്ക് പൊക്കിയ കുഴിയായിരുന്നു. വന്ന പാടെ ചെന്ന് ചാടുമായിരുന്നു. എന്തായാലും ഈ കുഴിയിൽ നിന്ന് മീൻ അങ്ങനെ പുറത്തോട്ട് ഇങ്ങോട്ട് കയറില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച കണക്ക് ഞങ്ങൾ കുഴി മൊത്തം വളച്ചു കൂത്തി കരക്കയറ്റി. ഇപ്പോഴും കുഴിക്കകത്ത് വരാൽ വെള്ളം എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പരുവത്തിലാക്കി. നമ്മുടെ വല ഇങ്ങനെ കോരിക്കൊള്ളിച്ച് വെച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും വരാലുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ച് നമ്മുടെ വലയിലോട്ട് കയറ്റണം. എന്തായാലും ഇനി നനഞ്ഞ് കയറാമെന്ന് പറഞ്ഞ കണക്ക്. ഇപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഇപ്പം വെട്ടിക്കയറ്റി കളഞ്ഞ് ഉള്ള മീൻ പിടുത്തം ഇല്ലായിരുന്നു. നമ്മളിത് മൊത്തം വളച്ചു കൂത്തി നമ്മൾ വെട്ടി കയറ്റിയാനായിരുന്നു. വെട്ടി നേരെ മറിച്ച് കഴിഞ്ഞാൽ തെളിച്ചാണെങ്കിൽ മീൻ അങ്ങോട്ട് ഓടിക്കയറും. പക്ഷേ അതിനുള്ള മീനെ നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല. ആ റെക്കോർഡ് ഓണാക്കുകയും ചാടുകയും ഒരേപോലെ ആയിരുന്നു. ഇല്ല, ഈ ഇവിടുന്ന് അങ്ങോട്ട് ചാടിയത്. അത് ഓണാക്കുകയും ചാടുകയും ഒരേപോലെ. ആ വലിച്ചു വന്നിട്ട് പതുക്കെ വലിച്ചോ, തിരിഞ്ഞിരുന്നാല്. പോരാലോ കാലോട് അല്ല പിടിക്കാൻ കൈ മുറ്റത്തില്ല. ഇതെങ്ങനെ കൈ പിടിക്കാൻ? ഞങ്ങളെ ചാടി പോയിരുന്നെങ്കിലും പോവാ. ഇടിക്കുന്നുണ്ട് കേട്ടോ. കാര്യം കിണ്ണം വരാതെ. ഇനി പണിയൊന്നുമില്ല. ഇവിടെ നിന്ന് അടിച്ചാൽ മതി. ഓ ജസ്റ്റ് മിസ്. തൂമ്പി നല്ല ശക്തമായ ഒഴുക്ക് ഇങ്ങോട്ടുണ്ടല്ലേ. എന്തോ തട്ടി വന്നു. പാലക്കകത്ത അകത്തകത്ത. ഇതിപ്പോൾ ഏതാണെന്നും പറഞ്ഞ് വലിക്കും. അവനെടുക്കാൻ പറ്റിയെടുത്ത് കിട്ടുന്നു. ഒരെണ്ണം ചുരുട്ടിക്കൂട്ടി പിന്നെ ഇങ്ങനെ ഇട്ടേക്കും. എന്നാ വേണ്ട. എവിടാണെന്നും പറഞ്ഞ ഞാൻ എടുക്കുന്ന ഇവൻ എനിക്ക് പറയില്ലേ രണ്ടുപേരും. ആ കൈ കൊണ്ട് പിടിക്കട്ടെ മോനെ. ഈ തിലോപ്പി കൂടി ഇട്ടു ആണെന്ന് തോന്നുന്നു. ഒരു വലിയ വരാലോ. കാലമൊന്നും ഉറക്കോ. ക്യാമറ ഓണാണ്. എൻ്റെ സുന്ദര കോമളമായ വദനം അത് കിട്ടുന്നത്. പക്ഷേ വരാല് പിടിച്ചിരുന്നത് ഞാനാണല്ലോ. ഞെടു നീ അത് പിടിച്ചോ.
എൻ്റെ പൊന്ന് ഊള മൊത്തം കയറിയിട്ടുണ്ടല്ലോ. അങ്ങനെടാ കാല ആ ഇട്ടു ആ എന്തുവാ ചെമ്പല്ലി ചെകളുണ്ടോ? ഇത്രയും കയറില്ല. ഉച്ച സമയമുണ്ട്. ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് ഒതുക്കി വരാം. അവിടെ ആ പിന്നെ അതെ ഞാനിവിടെ ഒതുക്കി പിടിച്ചിരിക്കുവോ. വാ ഇങ്ങോട്ട് വരും. മരത്തില്ല ഇവിടെ ഇങ്ങോട്ട് ഒതുക്കി. നീ ഒതുക്കി പോരും. നിങ്ങൾ വല വന്നാൽ പോരെ. വേണ്ട ഒറ്റക്കര മതി. നല്ല ചാട്ടക്കാരൻ വരാലോ കേട്ടോ. ഒരു വരാലേ ഉള്ളൂ. 2 സിലോപ്പി. ഇതിൻ്റെ കാലം തുറക്ക്. ഇതേടെ ചെമ്പല്ലി വലയുടെ മൂലയിലൂടെ ഒക്കെ ഞൊളച്ച് കയറും. സിലോപ്പിനെ കൈയോടാ മറ്റേ കൊല്ലി കെട്ടിയാണോ? ചാഴി കെട്ടിടാണോ? തേണ്ടില്ല അവിടെ കൊണ്ട് ആ കൈയോടെ കൊല്ലി കെട്ടിട്ട് ചാലിടാം. എനിക്ക് പോകല്ലേ ഈ ചെമ്പലൂടെ ചെമ്പലിയാണ് ചോദിച്ചതല്ലേ? ചോദ്യം മാത്രമേ ഉള്ളൂ. വലിയ ചെമ്പലിയാണ്ട് നിവർത്തി പിടി. ഇങ്ങോട്ട് ചാടാനൊന്നും ഇല്ല. എടാ നിവർത്തി പിടിയിടാ. ഇനി ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ കേന്ദ്രം ഇതിൻ്റെ അടിപ്പറ പിടിക്കാതെ നമ്മൾ പോകത്തില്ല. നമ്മുടെ ലക്ഷ്യം നമ്മൾ കണ്ട ഒരു പാടത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മൾ തൂത്ത് വാരി എങ്ങനെയൊക്കെ ഒതുക്കി. ചെമ്പല്ലിയല്ലേ? വേറും ചെമ്പല്ലി സെപ്പറേറ്റ് ഇടേണ്ടി വരുമോ? ഒരാളെ അകത്ത് പോവുക തോന്നുന്നു. കൊത്തുവെള്ളം ചേർത്തത് വലിയ ചെമ്പല്ലി കൂടെ പറഞ്ഞിട്ടിറങ്ങിയ പോലെ ദൈവം സഹായിച്ച് വെറൈറ്റി ഉണ്ട്. ആ സൈഡ് ഓടി. പണ്ടൊരുമാനം ചെമ്പല്ലി കയറി കിടക്കുമായിരിക്കും നോക്ക്. ഒന്നുമില്ലല്ലോ. പ്രതീക്ഷിച്ചതുപോലെ ഉള്ള വരാലും വലുതാണ്. പറഞ്ഞിട്ട് കാര്യം കിട്ടിയൊക്കെ കിട്ടി. പിന്നെ ആ ഇത്രയും വലിയ കുഴിയിൽ നിന്ന് ഇത്രയെങ്കിലും ഇറങ്ങി കിട്ടിയില്ല. അത്രയേ ഉള്ളൂ. മറിച്ച് വിട്ടടാ. ഏതാ മീൻ? വലിച്ചു വെക്കണം. അങ്ങോട്ട് വെക്കണം. ചാലി നോക്കാം നമുക്ക്.
അപ്പം നോക്കും. അതിനകത്തൊന്നും ചമ്പൽ കയറി ഞാനിപ്പോൾ ഇട്ടത് ചമ്പലുണ്ടോ? 3 എണ്ണം ഉണ്ട്. ഇങ്ങോട്ട് വെച്ചിട്ട് വരാം. വണ്ടി ട്രില്ലർ കയറിയത്. മറ്റേ പാടുണ്ടല്ലേ ട്രില്ലർ കയറിയത് 1, 2, 3 നല്ല മതി കുഴപ്പമില്ല. അല്ല അത് പോയി പാത്രം അവിടെ കെട്ടിയിട്ടേ. 1, 2, 3 4 5 എടുക്കാം. ഇത് 2 ഉള്ളു പോരായ്മയുള്ളത്. ഇതും വലിയ കുഴപ്പമില്ലല്ലേ. എന്ത് ചെയ്യണം അതിനും പാട്ടുണ്ട്. ഈ മുറിവ് പറ്റുന്ന എങ്ങനെ അത് കളയാം. ബ്ലീഡിങ് ഉണ്ട്. അതുകൊണ്ടിരിക്കും. ഒരു ചെറുതിനുണ്ട്. ഇത് 2 കളയട്ടെ. ഇപ്പൊ വിട്ടെടുത്തു. മറ്റേ ഞാൻ പറഞ്ഞു ഈ ട്രില്ലർ കയറുന്നതാണ്. ട്രില്ലർ പതുക്കെ ഓടുന്നുണ്ട്. ചെമ്പലി എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഈ ചെമ്പലിയും ഉണ്ട്. നമുക്ക് അറിഞ്ഞെടുത്താൽ മതി. മൊത്തം മുറിഞ്ഞു നോക്കുക. വാലിനൊന്നും അവധിയില്ല. അതൊക്കെ എന്തിനാണ് ആ ടൈപ്പ് ഒന്നുമില്ല അതിനകത്ത്. സത്യം. നമ്മളത് ഇല്ലായ്മ വരുമ്പോഴാണ് നമ്മളത് എടുക്കുന്നത്. അത് ഉണ്ടായിട്ടല്ല, എന്നാലും കിട്ടിയത് ഉള്ളത് എല്ലാവർക്കും അല്ലാത്തതുകൊണ്ട് തീരെ ഊപ്പച്ചമ്പല് എടുക്കണം. അതുപോലെ നമ്മൾ അവിടുന്ന് ഒരു വല വെച്ചിട്ട് രണ്ടാമത് ഇവിടെ ഒരു വല വെച്ചു. അവിടുന്ന് മീൻ കുറവായിരുന്നു. മീൻ നമുക്ക് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഇച്ചിരി ചെമ്പല്ലിയും വരാലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു വല കൂടി നമ്മൾ വെച്ചിട്ടേ നമുക്ക് കിട്ടിയ മീനായത്. എന്താ വലിയൊരു വരാലുണ്ട്. നല്ല ഒരെണ്ണം നല്ലൊരു വരാലേ ഉള്ളൂ. അത് നമുക്ക് പുറപോലെ നമുക്ക് ചാടി കിട്ടിയ വരാലായിരുന്നു. ബാക്കിയൊക്കെ ചെറുതും പിന്നെ കുറച്ച് സിലോപ്പിയൊക്കെ ഉണ്ട്. നേരം ഇനിയിപ്പോൾ നമ്മൾ പണി നിർത്തി നേരെ പോയേക്കുക. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. പക്ഷേ 3 പേർക്കുള്ള കുഴപ്പമില്ല. നമ്മൾ ചെറിയ രീതിയിൽ തച്ചൊപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സിലോപ്പി അവിടെ വെള്ളത്തിൽ കിട്ടിയിരിക്കുക. നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്കത് ഈ സിലോപ്പി വങ്കിലോട്ട് വെക്കും.